കേട്ടിട്ട് നീ പോയാ മതി. ഞാൻ ഏറില്ല. നീ മീൻ കഴിക്കോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് അതുകൂടി പറയട്ടെ. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കും? മറുപടി പറയുന്നത്, ഈ സ്ത്രീയുടെ ശബ്ദം കേട്ട നല്ലവരായ കുറെ ആളുകൾ ഉണ്ടാവാം. മുസ്ലിങ്ങളിൽ ഉണ്ടാവാം, ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരിലും ഉണ്ടാവാം. അവരുടെ അറിവിലേക്കാണ് ഈ മറുപടി. കാരണം അവരുടെ സംസാരം കേട്ട് സംശയിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പൊ ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചത്തതിനെ തിന്നാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് മീൻ ഹലാലാവുക എന്നാണ് ചോദ്യം. മീൻ ചത്തിട്ടാണല്ലോ, അതിനെ അറക്കുന്നതല്ലല്ലോ. അപ്പോ ഇസ്ലാമാണല്ലോ പഠിപ്പിക്കുന്നത്. അതേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ചത്തതിനെ തിന്നാൻ പാടില്ല മത്സ്യം ഒഴികെ എന്ന്. അത് മത്സ്യം ഒഴിച്ചിട്ടാണ് ചത്തതിനെ തിന്നാൻ പാടില്ലാത്തത്. അതിനെന്താണ് തെളിവ്? അതിന് മുഹമ്മദ് നബി പറഞ്ഞതാണ് തെളിവ്. ഇത് നോക്കൂ, ഇത് 6 ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഒരു ഹദീസ് ഗ്രന്ഥമാണ്. ഇബ്നു മാജ എന്നാണ് ഇതിന്റെ പേര്. ഇതിലെ 387 നമ്പർ ഹദീസായി കൊടുത്തിരിക്കുന്നത് കുറച്ച് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ബഹറിൽ അഥവാ കടലിലെ വെള്ളത്തിൽ ഒതു എടുക്കാൻ പറ്റുമോ എന്ന്. അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഖാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു, കടലിലെ അഥവാ സമുദ്രത്തിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒതു ചെയ്യാം. അൽ ഹില്ലു മൈത്തത്തുഹു, അതിലുള്ള മത്സ്യം ചത്തു കിടക്കുന്ന മത്സ്യത്തെയും നിങ്ങൾക്ക് അൽ ഹില്ലു ഹലാലാണ്. നോക്കൂ, വളരെ കൃത്യമാണ്. അപ്പൊ ചോദിച്ച ആൾക്കും അറിയില്ല, ചോദിക്കപ്പെട്ടവർക്കും ഇതറിയില്ല. എന്തൊരു കഷ്ടമാണ് കാര്യങ്ങൾ. ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയാതെയാണ് ഇവരൊക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ പറയുമ്പോൾ ഞാൻ വലിയ വിവരമുള്ള ആള് എന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളാരാണ്? ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്നവരാണ്. ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞ ഇമാം ഷാഫിയുടെ മദ്ഹബ്. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം നവവി. ആ ഇമാം നവവിയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. സഹീഹ് മുസ്ലിമിലെ 1935 നമ്പർ ഹദീസ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി പറയുകയാണ്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വഫീഹി, ഈ ഹദീസ് പ്രകാരം ഇബാഹത്തു മൈതാത്തിൽ ബഹരി കുല്ലിഹ, സമുദ്രത്തിൽ ചത്തെടുക്കുന്ന മത്സ്യങ്ങളെ തിന്നൽ ഹലാലാണ്. സവാഉൻ ഫീ ദാലിക മാ മാത ബിനഫ്സിഹി, ആ മത്സ്യം സ്വയം ചത്തതാവട്ടെ, ഔ ബിസ്തിയാദി, അല്ലെങ്കിൽ വലവീശിയോ അല്ലെങ്കിൽ നങ്കീസിട്ടോ വേട്ടയാടിയോ പിടിച്ച് അതിനുശേഷം ചത്തതാവട്ടെ, തിന്നൽ അനുവദനീയമാണ്, ഹലാലാണ്. നോക്കൂ, ഇത് ഇമാം നബവി പറയാം. ഷാഫിഈ മദ്ഹബ് പ്രകാരം തിന്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു. പിന്നെ ഈ സ്ത്രീകളുടെ ഈ വിവരം ചോദിക്കുന്ന ആൾക്ക് വിവരമില്ല, പിന്നെ ചോദിക്കാൻ പോകാൻ പാടില്ലല്ലോ സുഹൃത്തുക്കളെ. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.